എന്താണ് ബ്രോ മൊട്ടയാണ് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഈ ഡെയിലൊക്കെ കേട്ട് 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 പിന്നെ നമുക്ക് അതിനോടുള്ള ഇത് പോയി. ഒരു ഷോർട്ട് ഫിലിം ഡയലോഗിലൂടെ എന്താ ചേച്ചി മൊട്ടയാണ്? ഈ ഒരു ഡയലോഗ് കാരണമാണ് ഇവൻ ഇത്രയും ഫേമസ് ആയത്. അല്ല ഫാൻസുകാരെ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ അല്ലേ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. പിന്നല്ലാണ്ട് ഗേൾസ് മെസ്സേജ് അയക്കുന്നത് ബിഗ് ഫാൻ ബ്രോ. അപ്പൊ ഞാൻ അതിന് റിപ്ലൈ തിരിച്ചൊന്നും കൊടുത്തില്ലേ. അതെന്താ കൊടുക്കാഞ്ഞ്? അത് എനിക്കൊരു ക്ലാവുള്ള കാരണം ഞാൻ കൊടുത്തില്ലേ. അമ്പലത്തില് ഇങ്ങനെ ഓരോ പരിപാടി നടക്കുമ്പോ വന്നിട്ട് കണ്ടു, ഇഷ്ടപ്പെട്ടു. നമ്മള് റീൽസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ ഓടി പോകും. എപ്പോഴും പിള്ളേർ വന്ന് പിന്നാലെ വന്നിട്ട് ശല്യം ചെയ്ത് മേത്ത് കെട്ടിപ്പിടിക്കുക. അതൊക്കെയാണ് പരിപാടി. ആരെങ്കിലും ചക്രിയോട് വന്ന് ഇതിനെ പറ്റി നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്? നെഗറ്റീവായിട്ട് ആരും പറഞ്ഞിട്ടില്ല. എല്ലാരും പറഞ്ഞേക്കണ് കുഴപ്പമില്ല, നന്നായി മാത്രം പറഞ്ഞിട്ടുള്ളത്. അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞു? അച്ഛനും അമ്മ തന്നെ ഡെയിലോഗ് അടിക്കുള്ളൂ. എന്തെങ്കിലും പറഞ്ഞ അമ്മ ഫുഡ് അടിക്കാണ്ടായ അമ്മ പറയും മൊട്ടയാണ്. നമ്മളെല്ലാരും അതിൽ കൂടെ എന്തെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ നമ്മൾ ആരും പേയ്മെന്റ് അല്ല നോക്കുക, നല്ലൊരു അവസരം വേറെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ സാധാരണ ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഇത്രയും ട്രോള് ഞങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നത്. വലിയ സംഭവങ്ങൾ സെറ്റപ്പ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും ട്രോള് വരില്ലായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു കാര്യത്തിൽ. ഹായ്, ഇന്ന് എന്റെ കൂടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഷോർട്ട് ഫിലിം ഡയലോഗിലൂടെ എന്താ ചേച്ചി മൊട്ടയാണ്? ഇത് ഈ ഒരു ഡയലോഗ് കാരണമാണ് ഇവൻ ഇത്രയും ഫേമസ് ആയത്. ഇത് നമ്മുടെ സ്വന്തം ഷാരോൺ ചക്കര ആൻഡ് ഡിങ്കൻ ചേട്ടൻ. ഡിങ്കൻ ചേട്ടന്റെ പേര് കുറച്ച് വെറൈറ്റി ആണ്, അത് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഓക്കെ, സോ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ അല്ല ഫാൻസുകാരെ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ അല്ലേ? എന്താണ് ഫാൻസുകാർ വന്നിട്ട് എന്താണ് പറയുന്നത്? അവര് വന്നിട്ട് അവർക്ക് ആദ്യം മനസ്സിലാവില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറെ നോക്കും ഇതങ്ങനെ തന്നെയാണോ. അപ്പൊ എന്നിട്ട് ചിലവര് വന്ന് ചോദിക്കും മൊട്ടയാണോ. അപ്പൊ ഡയലോഗ് വരുമ്പോ ഞാൻ ചിരിക്കുമ്പോ അവർക്ക് മനസ്സിലാവും. ചിലവര് വന്നിട്ട് ചേട്ടൻ മറ്റേ ചുണ്ണാമ്പ് ഷോർട്ട് ഫിലിമിന് ചേട്ടനെ അങ്ങനെ വന്ന് ചോദിക്കും. അങ്ങനെ വന്നിട്ട് അവര് വന്ന് സെൽഫി എടുക്കും. ഈ അടുത്തെന്റെ അനിയത്തിയുടെ ക്ലാസ്സിൽ നിന്ന് ഒരു ടൂർ പോയിണ്ടായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് ഫാൻസാരാന്ന് പറഞ്ഞിട്ട് അവള് വിളിച്ചത് ടൂർ പോകാനായിട്ട്. എന്നിട്ട് ഞാൻ ടൂർ കയറിപ്പോയി. അവിടെ എത്തിയപ്പോ ഈ ഡയലോഗ് തന്നെ എപ്പോഴും പിള്ളേർ വന്നിട്ട് അവരൊക്കെ നല്ല അനിയത്തി പോലെ ആട്ടെ വന്നിട്ട് ഇതേ ചേച്ചി പിന്നെ വന്ന് പുറത്തു വന്നടിക്കും. എന്നിട്ട് അവരൊപ്പം ഫുഡ് കഴിക്കുമ്പോ പറഞ്ഞു എന്റെ ഒപ്പം സാധനം ചെയ്യാൻ പറ്റുമോ, മറ്റേ ഡയലോഗ് പറയണം ചേട്ടൻ, ഞാൻ അത് പോസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം പറഞ്ഞിട്ട് ചെയ്തു. അങ്ങനെ ചെയ്ത് അവള് ഇന്നാള് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. പിന്നല്ലാണ്ട് ഗേൾസ് മെസ്സേജ് ബിഗ് ഫാൻ ബ്രോ, ബ്രോയുടെ ഫാനാണ്. പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ടോ? പ്രപ്പോസൽ ഒരു വട്ടം ഐ ലവ് യു